1969 ജൂലൈ 20 ലോകം ശ്വാസമടക്കി പിടിച്ച് ആ വാർത്ത കേട്ടു. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിരിക്കുന്നു. നീൽ ആംസ്ട്രോങ് ചന്ദ്രോപരിതലത്തിൽ പതിപ്പിച്ച ആദ്യ കാൽപാദം മനുഷ്യരാശിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ അടയാളമായി മാറി. എന്നാൽ അപ്പോളോ ദൗത്യങ്ങളുടെ തത്സമയ ദൃശ്യങ്ങൾ ടിവിയിൽ കണ്ട് ലോകം ആവേശഭരിതരായപ്പോൾ തന്നെ ഒരു വിഭാഗം ആളുകൾക്കിടയിൽ സംശയത്തിന്റെ വിത്തുകൾ മുളപൊട്ടിയിരുന്നു. അമേരിക്കയിലെ നെവാഡ മരുഭൂമിയിലോ ഏതെങ്കിലും രഹസ്യ സ്റ്റുഡിയോയിലോ വെച്ച് ചിത്രീകരിച്ച വെറും നാടകം മാത്രമായിരുന്നു ആ ചന്ദ്രയാത്ര എന്ന് ഇന്നും വിശ്വസിക്കുന്നവർ കുറവല്ല. കാറ്റില്ലാത്ത ചന്ദ്രനിൽ പതാക പാറുന്നതും നക്ഷത്രങ്ങളില്ലാത്ത ആകാശവും വൈരുദ്ധ്യമുള്ള നിഴലുകളുമെല്ലാം ചൂണ്ടിക്കാട്ടി ഈ ഗൂഢാലോചനാ സിദ്ധാന്തക്കാർ പതിറ്റാണ്ടുകളായി ശാസ്ത്ര ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെ ബഹിരാകാശ മത്സരത്തിൽ പരാജയപ്പെടുത്താൻ അമേരിക്ക കെട്ടിച്ചമച്ച ഒരു കള്ളമാണോ ഇത്, അതോ എല്ലാ തർക്കങ്ങൾക്കും അപ്പുറം ശാസ്ത്രം തെളിയിച്ച യാഥാർത്ഥ്യമോ? മനുഷ്യന്റെ ചന്ദ്രയാത്രയെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങളും അവയ്ക്ക് പിന്നിലെ വസ്തുതകളും പരിശോധിക്കുന്ന ഒരു അന്വേഷണമാണിത്. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ലെന്നും അത് അമേരിക്കയിലെ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് ചിത്രീകരിച്ച് വെറും നാടകമാണെന്നും വിശ്വസിക്കുന്നവർ ലോകത്ത് പലയിടത്തുമുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. മൂൺ ലാൻഡിംഗ് ഹോക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗൂഢാലോചനാ സിദ്ധാന്തം ഉന്നയിക്കുന്നവർ പ്രധാനമായും പറയുന്ന ന്യായീകരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതോടൊപ്പം അതിനുള്ള ശാസ്ത്രീയമായ മറുവാദവും. കാറ്റില്ലാത്ത ചന്ദ്രനിൽ പതാക പാറുന്നത് എങ്ങനെ? അതായത് മൂൺ ലാൻഡിംഗ് ഇമേജുകളിലെ പതാക പാറുന്നത് പോലെ തോന്നും കണ്ടാൽ. ഇതാണ് ഉദ്ദേശിച്ചത്. ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ കാറ്റുണ്ടാകില്ല. എന്നാൽ അപ്പോളോ 11 ദൗത്യത്തിൽ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും പതാക നാട്ടിയപ്പോൾ അത് കാറ്റിൽ ആടുന്നത് പോലെ കാണപ്പെട്ടു. ഇത് ഭൂമിയിലെ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് ഷൂട്ട് ചെയ്തത് കൊണ്ടാണെന്നാണ് ഇവരുടെ പ്രധാന വാദം. ഇതിന്റെ മറുവാദങ്ങൾ വിശദമായി തന്നെ നമുക്കൊന്ന് നോക്കാം. പതാകയുടെ പ്രത്യേക ഘടന തന്നെയാണ് ഇതിന്റെ ആദ്യ കാരണം. ചന്ദ്രനിൽ വായു ഇല്ലാത്തതിനാൽ ഒരു സാധാരണ പതാക അവിടെ നാട്ടിയാൽ അത് താഴേക്ക് തൂങ്ങിക്കിടക്കുകയുള്ളൂ. ഇത് ഒഴിവാക്കാൻ നാസ ഒരു പ്രത്യേക തരം പതാകയാണ് രൂപകൽപ്പന ചെയ്തത്. ലംബമായ ദണ്ടിന് പുറമെ പതാകയുടെ മുകൾ ഭാഗത്ത് തിരശ്ചീനമായ ഒരു ചെറിയ മെറ്റൽ ബാർ കൂടി ഘടിപ്പിച്ചിരുന്നു. പതാക ചുരുങ്ങിക്കിടക്കാതെ എപ്പോഴും വിടർന്നു നിൽക്കാൻ വേണ്ടിയായിരുന്നു ഇത്. മറ്റൊരു കാരണമാണ് ബഹിരാകാശ യാത്രികർ പതാക മണ്ണിൽ ഉറപ്പിക്കാൻ വേണ്ടി ദണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയും വെട്ടിക്കുകയും ചെയ്തിരുന്നു എന്ന കാരണം. ചന്ദ്രനിൽ വായുവിന്റെ പ്രതിരോധം ഇല്ലാത്തതിനാൽ കൈകൊണ്ട് നൽകിയ ഈ ചലനം പതാകയിൽ കുറെ നേരം കൂടി നിലനിന്നു. വായു ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ചലനത്തെ തടയാൻ ഒന്നുമില്ലാത്തതിനാൽ അത് കാറ്റിലെന്ന പോലെ ആടിക്കൊണ്ടിരുന്നു. അതോടൊപ്പം മടക്കുകളും ചുളിവുകളും കൂടി ഇങ്ങനെ തോന്നിക്കാൻ ഒരു കാരണമാണ്. കാരണം അന്ന് യാത്രയിലുടനീളം ഈ പതാക വളരെ ഇടുങ്ങിയ സ്ഥലത്ത് മടക്കി വെച്ചിരിക്കുകയായിരുന്നു. ചന്ദ്രോപരിതലത്തിൽ ഇത് നിവർത്തിയപ്പോൾ ആ മടക്കുകൾ പൂർണ്ണമായും നിവർന്നു പോയില്ല. ചിത്രങ്ങളിൽ ഈ മടക്കുകൾ കാണുമ്പോൾ അത് പതാക കാറ്റിൽ തിരമാല പോലെ ഇളകുന്നതായി നമുക്ക് തോന്നും. നാലാമത്തെ കാരണം ശൂന്യതയിലെ ചലനവും ഒരു കാരണമായി പറയാമെന്നതാണ്. ഭൂമിയിലാണെങ്കിൽ വായുവിന്റെ ഘർഷണം മൂലം പതാകയുടെ ചലനം പെട്ടെന്ന് നിൽക്കും. എന്നാൽ ചന്ദ്രനിൽ വായു ഇല്ലാത്തതിനാൽ ഒരു ചെറിയ ചലനം പോലും നിശ്ചലമാകാൻ കൂടുതൽ സമയമെടുക്കും. എഡ്വിൻ ആൽഡ്രിൻ പതാക നാട്ടിയ ശേഷം കൈ മാറ്റിയപ്പോഴും ആ ദണ്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതാണ് പതാക തനിയെ അനങ്ങുന്നു എന്ന് തോന്നൽ ഉണ്ടാക്കിയത്. ചുരുക്കത്തിൽ ചന്ദ്രനിൽ കാറ്റുള്ളത് കൊണ്ടല്ല, മറിച്ച് കാറ്റില്ലാത്തത് കൊണ്ട് പതാകയിലെ ചലനത്തെ തടയാൻ ഒന്നുമില്ലാത്തതിനാലാണ് അത് ആടിക്കൊണ്ടിരുന്നത്. ഇനി ആകാശത്ത് നക്ഷത്രങ്ങളില്ലാത്തത് എന്തുകൊണ്ട്? ചന്ദ്രനിൽ നിന്ന് എടുത്ത ചിത്രങ്ങളിൽ ആകാശം കറുത്തിരുണ്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ അവിടെ നക്ഷത്രങ്ങളെ കാണാനുമില്ല. സ്റ്റുഡിയോയിൽ സെറ്റിട്ടപ്പോൾ നക്ഷത്രങ്ങളെ ഉൾപ്പെടുത്താൻ മറന്നുപോയതാണെന്നാണ് ഇവർ പരിഹസിക്കുന്നത്. ചന്ദ്രനിൽ നിന്നുള്ള ചിത്രങ്ങളിൽ നക്ഷത്രങ്ങൾ കാണാത്തതിന് പിന്നിലെ യഥാർത്ഥ കാരണം ക്യാമറയുടെ സെറ്റിങ്ങുകളും വെളിച്ചവുമാണ്. ചന്ദ്രനിൽ എടുത്ത ഫോട്ടോകളെല്ലാം അവിടുത്തെ പകൽ സമയത്തുള്ളവയായിരുന്നു. ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ ആകാശം കറുത്തിരിക്കുമെങ്കിലും സൂര്യപ്രകാശം അവിടെ വളരെ ശക്തമാണ്. ചന്ദ്രോപരിതലം പ്രകാശത്തെ നന്നായി പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് ബഹിരാകാശ യാത്രികരുടെ വസ്ത്രങ്ങൾക്കും ലാൻഡറിനും നല്ല തിളക്കമുണ്ടാകും. ഈ തെളിച്ചമുള്ള വസ്തുക്കളെ വ്യക്തമായി പകർത്താൻ ക്യാമറയുടെ ഷട്ടർ സ്പീഡ് വളരെ വേഗത്തിലാക്കി വെക്കേണ്ടി വരും. ക്യാമറയുടെ ലെൻസിലേക്ക് വളരെ കുറച്ചു സമയം മാത്രം വെളിച്ചം കടത്തിവിടുമ്പോൾ ചന്ദ്രോപരിതലത്തിലെ ദൃശ്യങ്ങൾ കൃത്യമായി കിട്ടും. എന്നാൽ നക്ഷത്രങ്ങൾ വളരെ ദൂരെ ആയിരുന്നതിനാലും അവയുടെ വെളിച്ചം താരതമ്യേന കുറവായതിനാലും ഇത്രയും വേഗതയിലുള്ള ഷട്ടർ സ്പീഡിൽ അവയുടെ ചിത്രം ക്യാമറയിൽ പതിയില്ല. നക്ഷത്രങ്ങൾ കാണണമെങ്കിൽ ക്യാമറയുടെ ഷട്ടർ കൂടുതൽ നേരം തുറന്നു വെക്കേണ്ടി വരും. അങ്ങനെ ചെയ്താൽ ചന്ദ്രനിലെ ദൃശ്യങ്ങൾ അമിതമായി വെളിച്ചം കയറി വെളുത്തു പോകുകയും ചെയ്യും, അല്ലെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആയി മാറും.
ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ക്യാമറയിൽ രാത്രി തെരുവ് വിളക്കിന് മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ആകാശം കറുത്തിരിക്കുന്നത് പോലെ തന്നെയാണിത്. വെളിച്ചമുള്ള വസ്തുവിനെ ഫോക്കസ് ചെയ്യുമ്പോൾ പശ്ചാത്തലത്തിലെ മങ്ങിയ പ്രകാശങ്ങൾ ചിത്രത്തിൽ തെളിയില്ല. ഇനി ചന്ദ്രയാത്രാ നിഷേധികൾ ഉന്നയിക്കുന്ന അടുത്ത സംശയമാണ് മൂൺ ലാൻഡിംഗ് ഇമേജുകളിലെ നിഴലുകളുടെ ദിശയിലുള്ള മാറ്റം. ചന്ദ്രനിലെ പ്രകാശത്തിന്റെ ഏക സ്രോതസ് സൂര്യനാണ്. അതിനാൽ എല്ലാ നിഴലുകളും ഒരേ ദിശയിലായിരിക്കണം. എന്നാൽ ചില ചിത്രങ്ങളിൽ നിഴലുകൾ വ്യത്യസ്ത ദിശകളിലേക്ക് വീഴുന്നതായി കാണാം. ഒന്നിലധികം പ്രകാശ സ്രോതസ്സുകൾ അഥവാ സ്റ്റുഡിയോ ലൈറ്റുകൾ ഉപയോഗിച്ചത് കൊണ്ടാണിതെന്നാണ് ഇവർ വാദിക്കുന്നത്. ചന്ദ്രനിലെ ചിത്രങ്ങളിൽ നിഴലുകൾ വ്യത്യസ്ത ദിശകളിൽ കാണപ്പെടുന്നത് സ്റ്റുഡിയോ ലൈറ്റുകൾ കാരണമെന്ന വാദത്തിന് പിന്നിൽ ലളിതമായ ചില ഭൗതിക ശാസ്ത്ര തത്വങ്ങളുണ്ട്. ഇതിന്റെ ശാസ്ത്രീയ വിശദീകരണങ്ങൾ ഞാൻ വ്യക്തമാക്കാം. സൂര്യൻ മാത്രമാണ് പ്രധാന പ്രകാശ സ്രോതസ്സെങ്കിലും ചന്ദ്രോപരിതലം ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ചന്ദ്രനിലെ മണ്ണും പാറകളും സൂര്യപ്രകാശത്തെ ശക്തമായി പ്രതിഫലിപ്പിക്കുന്നു. ഈ പ്രതിഫലിക്കുന്ന പ്രകാശം മറ്റൊരു വശത്തു നിന്നുള്ള പ്രകാശ സ്രോതസ്സായി പ്രവർത്തിക്കുന്നത് കൊണ്ട് നിഴലുകളുടെ തീവ്രത കുറയാനും അവയുടെ ദിശയിൽ നേരിയ വ്യത്യാസങ്ങൾ തോന്നാനും കാരണമാകുന്നു. ഭൂമിയിലെ പോലെ നിരപ്പായ ഒന്നല്ല ചന്ദ്രോപരിതലം. അവിടുത്തെ കുന്നുകൾ, കുഴികൾ, പാറക്കെട്ടുകൾ എന്നിവ നിഴലുകളുടെ രൂപത്തെയും ദിശയെയും സ്വാധീനിക്കുന്നു. ഉദാഹരണത്തിന് ഒരു നിഴൽ ചെറിയൊരു ചരിവിലേക്കോ കുഴിയിലേക്കോ ആണ് വീഴുന്നതെങ്കിൽ നിരപ്പായ സ്ഥലത്ത് വീഴുന്ന നിഴലിന്റെ ദിശയിൽ നിന്നും അത് വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഒരു 2 ഡയമെൻഷൻ ഫോട്ടോയിൽ അഥവാ ഒരു 2D ഫോട്ടോയിൽ ഇത് കാണുമ്പോൾ നിഴലുകൾ വിഘടിച്ചു നിൽക്കുന്നതായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന പ്രതിഭാസം ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. റെയിൽവേ ട്രാക്കുകൾ ദൂരേക്ക് നോക്കുമ്പോൾ കൂട്ടിമുട്ടുന്നത് പോലെ നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവ സമാന്തരമാണ്. അതുപോലെ സമാന്തരമായി വീഴുന്ന നിഴലുകൾ ഒരു ക്യാമറ കണ്ണിലൂടെ കാണുമ്പോൾ അവ വ്യത്യസ്ത ദിശകളിലേക്ക് പോകുന്നതായി തോന്നും. ഫോട്ടോ എടുക്കുന്ന ആളിന്റെ സ്ഥാനവും ക്യാമറയുടെ ആംഗിളുകളും ഈ നിഴലുകളുടെ കാഴ്ചയെ സ്വാധീനിക്കുന്നു. ഗൂഢാലോചനക്കാർ വാദിക്കുന്നത് പോലെ ഒന്നിലധികം സ്റ്റുഡിയോ ലൈറ്റുകൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഓരോ വസ്തുവിനും ഒന്നിലധികം നിഴലുകൾ ഉണ്ടാകുമായിരുന്നു. എന്നാൽ അപ്പോളോ ചിത്രങ്ങളിൽ ഒരു വസ്തുവിന് ഒരു നിഴൽ മാത്രമേ ഉള്ളൂ. അത് സൂര്യൻ എന്ന ഏക പ്രകാശ സ്രോതസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. നിഴലുകളുടെ ദിശയിലെ മാറ്റം കേവലം ഉപരിതലത്തിന്റെ ഘടനയും ക്യാമറയുടെ കാഴ്ചപ്പാട് മൂലമുണ്ടാക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. ഇനി ചന്ദ്രയാത്രയിൽ സംശയം ജനിപ്പിക്കുന്ന മറ്റൊരു കാരണമാണ് ലാൻഡിംഗ് സൈറ്റിലെ കുഴി. മാസങ്ങളോളം സഞ്ചരിച്ചെത്തിയ ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു കുഴിയോ പൊടിപടലങ്ങൾ മാറിയ അടയാളമോ കാണാനില്ല. ഇത്രയും ഭാരമുള്ള ഒരു വാഹനം ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഗർത്തം രൂപപ്പെടേണ്ടതല്ല എന്നാണ് ചോദ്യം. ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ല എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. ഭൂമിയിലാണെങ്കിൽ വായു ഉള്ളതുകൊണ്ട് റോക്കറ്റിൽ നിന്നുള്ള തീയും പുകയും ഒരു കുഴൽ പോലെ നേരെ താഴേക്ക് വന്നടിക്കും. എന്നാൽ ചന്ദ്രനിൽ വായു ഇല്ലാത്തത് കൊണ്ട് റോക്കറ്റ് എഞ്ചിനിൽ നിന്ന് പുറത്തു വരുന്ന വാതകങ്ങൾ താഴേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ എല്ലാ വശങ്ങളിലേക്കും പടർന്നു പോകും. അതുകൊണ്ട് ഒരു നിശ്ചിത ഭാഗത്ത് മാത്രം വലിയ മർദ്ദം കിട്ടില്ല. മറ്റൊരു കാര്യം, ലാൻഡർ ചന്ദ്രനിൽ തൊടുന്നതിന് തൊട്ടു മുമ്പ് അതിന്റെ എഞ്ചിന്റെ ശക്തി വളരെയധികം കുറച്ചിട്ടുണ്ടാകും എന്നതാണ്. വളരെ പതുക്കെയാണ് അത് താഴെ ഇറങ്ങുന്നത്. അവിടെയുള്ള അയഞ്ഞ മണ്ണ് എഞ്ചിന്റെ കാറ്റിൽ വശങ്ങളിലേക്ക് നീങ്ങിപ്പോകുമെന്നതല്ലാതെ താഴെയുള്ള കടുപ്പമുള്ള പാറയിൽ കുഴിയുണ്ടാക്കാൻ ആ ശക്തി മതിയാകില്ല. ചുരുക്കി പറഞ്ഞാൽ മണലിൽ വീശിയടിക്കുന്ന കാറ്റുപോലെ മണ്ണ് അല്പം വശങ്ങളിലേക്ക് മാറി എന്നതല്ലാതെ അവിടെ വലിയൊരു ഗർത്തം ഉണ്ടാകേണ്ട ശാസ്ത്രീയമായ സാഹചര്യമില്ല. വായു ഇല്ലാത്ത ഒരിടത്ത് റോക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഈ സംശയം മാറുന്നതാണ്. അടുത്ത സംശയത്തിന്റെ കാരണമായി പറയുന്നതാണ് ഫോട്ടോകളിലെ സി എന്ന അടയാളം. ചന്ദ്രോപരിതലത്തിൽ നിന്നുള്ള ഒരു ചിത്രത്തിൽ ഒരു കല്ലിന്മേൽ സി എന്ന അക്ഷരം വ്യക്തമായി കൊത്തിവെച്ചതുപോലെ കാണാം. ഇത് സ്റ്റുഡിയോയിലെ ഒരു പ്രോപ്പർട്ടി ആണെന്നും സെറ്റ് ഒരുക്കിയവർ കല്ല് തിരിച്ചു വെക്കാൻ മറന്നു പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുമാണ് ഇവരുടെ വാദം. അപ്പോളോ ലാൻഡിംഗ് ഫോട്ടോകളിലെ പാറകളിൽ സി എന്ന അക്ഷരം കണ്ടത് വലിയ വിവാദമായിരുന്നു. എന്നാൽ ഇതിന് ലളിതമായ ശാസ്ത്രീയ വിശദീകരണങ്ങളുണ്ട്. ഫോട്ടോ എടുക്കുന്ന സമയത്തോ അത് ഡെവലപ്പ് ചെയ്യുന്ന ഘട്ടത്തിലോ നെഗറ്റീവിൽ പറ്റിപ്പിടിച്ച ചെറിയൊരു നൂലോ രോമമോ ആയിരിക്കാം ഇതെന്നാണ് പ്രധാന വിശദീകരണം. ഇങ്ങനെയുള്ള ചെറിയ വസ്തുക്കൾ ലെൻസിലോ ഫിലിമിലോ വന്നാൽ അത് ഇത്തരം അടയാളങ്ങളായി തോന്നാം. കൂടാതെ അക്കാലത്ത് ഫോട്ടോകൾ എഡിറ്റ് ചെയ്യുമ്പോഴോ ക്രോപ്പ് ചെയ്യുമ്പോഴോ മാർക്കിങ്ങിനായി ഉപയോഗിച്ച അടയാളമാകാനും സാധ്യതയുണ്ട്. യഥാർത്ഥ നെഗറ്റീവുകളിൽ ഈ അടയാളം ഇല്ല എന്നതും പിന്നീട് വന്ന കോപ്പികളിൽ മാത്രമാണ് ഇത് കാണപ്പെട്ടത് എന്നതും ഇത് ചന്ദ്രനിലെ പാറയിലുള്ള അടയാളമല്ല എന്നതിന് തെളിവാണ്. അടുത്ത സംശയം നനവില്ലാത്ത മണ്ണിലെ കാൽപ്പാടുകളെ കുറിച്ചാണ്. നനവില്ലാത്ത മണ്ണിൽ കാൽപ്പാടുകൾ ഇത്ര വ്യക്തമായി പതിയില്ല എന്നതാണ് ഇവരുടെ വാദം. കടൽ തീരത്തെ നനഞ്ഞ മണ്ണിൽ എന്ന പോലെ നീൽ ആംസ്ട്രോങ്ങിന്റെ കാൽപ്പാടുകൾ വളരെ വ്യക്തമായി ചന്ദ്രനിൽ കണ്ടത് സംശയാസ്പദമാണെന്ന് ഇവർ പറയുന്നു. ഇതിന്റെ ശാസ്ത്രീയ വിശദീകരണം ചന്ദ്രനിലെ മണ്ണ് അഗ്നിപർവ്വത ചാരം പോലെയാണ് എന്നതാണ്.
അന്തരീക്ഷമില്ലാത്തതിനാൽ ഈ തരികൾക്കിടയിൽ വായുരഹിതമായ അവസ്ഥയുണ്ട്. അതിനാൽ നനവില്ലെങ്കിലും രൂപങ്ങൾ പെട്ടെന്ന് മാഞ്ഞു പോകാതെ അവ അവിടെ തന്നെ നിലനിൽക്കും. ഇനി മൂൺ ലാൻഡിംഗ് ചിത്രങ്ങളിലെ പശ്ചാത്തലത്തിന്റെ സാമ്യവും ഒരു കാരണമായി ഇവർ ഉന്നയിക്കുന്നുണ്ട്. വ്യത്യസ്ത ദൂരങ്ങളിൽ വെച്ചെടുത്ത ചില ചിത്രങ്ങളിലെ പശ്ചാത്തലത്തിലുള്ള മലനിരകളും കുന്നുകളും ഒരേപോലെ ഇരിക്കുന്നു. ഒരേ പശ്ചാത്തലം തന്നെ പലയിടങ്ങളിൽ ഉപയോഗിച്ചത് കൊണ്ടാണിതെന്ന് ഗൂഢാലോചനക്കാർ വാദിക്കുന്നുണ്ട്. ഇതിന്റെ ശാസ്ത്രീയ വിശദീകരണം ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ ദൂരത്തുള്ള വസ്തുക്കൾ പോലും വളരെ വ്യക്തമായി കാണാമെന്നതാണ്. കൂടാതെ ചന്ദ്രന്റെ വലിപ്പക്കുറവ് കാരണം കുന്നുകൾ പെട്ടെന്ന് ചക്രവാളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകില്ല. മൂൺ ലാൻഡിംഗ് ഹോക്സ് ടീമിന്റെ ഏതാനും ചില വാദങ്ങളെ പറ്റി മാത്രമേ നമ്മൾ പരാമർശിച്ചിട്ടുള്ളൂ. മനുഷ്യന്റെ ചന്ദ്രയാത്രയെക്കുറിച്ച് ഇനിയും ഏറെ സംശയങ്ങൾ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ കാണുന്ന സത്യത്തിന് പിന്നിൽ മറ്റൊരു രഹസ്യ സത്യമുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇത്തരക്കാർ നടത്തുന്നത്. ശാസ്ത്രം ചന്ദ്രനിലെ മണ്ണിൽ കാലടയാളങ്ങൾ പതിപ്പിച്ചപ്പോൾ ഭൂമിയിലിരുന്ന് ഇന്നും അത് ഫോട്ടോഷോപ്പ് ആണെന്ന് വാദിക്കുന്നവരുടെ ഭാവന അപാരം തന്നെയാണ്. ലോകം ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കും കണ്ണു നടുമ്പോൾ സ്റ്റുഡിയോയിലെ വെളിച്ചം കുറഞ്ഞു പോയെന്നും കാറ്റത്ത് കൊടി പാറിയെന്നും പറഞ്ഞ് സമയം കളയുന്നവർക്ക് വേണ്ടി നമുക്ക് സഹതാപിക്കാം. സത്യം സൂര്യപ്രകാശം പോലെ വ്യക്തമായിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഇക്കൂട്ടരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയോ ഇല്ലയോ എന്നത് അവിടെയുള്ള ആ കാലടയാളങ്ങൾ പോലെ മാറ്റമില്ലാത്ത സത്യമാണ്. നിങ്ങളുടെ സംശയങ്ങൾ കേവലം വായുശൂന്യമായ ചന്ദ്രനിലെ പൊടിപടലങ്ങൾ പോലെ ഒടുവിൽ അടങ്ങുക തന്നെ ചെയ്യും. എന്താണ് വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.